പ്രേക്ഷകരെ, ഇന്നലെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചറിയിൽ ലഡുവല്ല, ഒരു കുഴിബോംബ് തന്നെയാണ് പൊട്ടിയത്. പുഞ്ഞു വിളയുന്ന ഖത്തറിലെ സോക്കർ മജ്ലിസിൽ വെച്ച് ഷെയ്ഖ് തമീം ബിൻ അൽത്താനി തങ്ക കസവ് പതിപ്പിച്ച ഒരു മാലാഖയില്ലേ, വീണ് പോകുമെന്ന് പലരും പറഞ്ഞ ആ ഇടംകാലില്ലേ, ലോക കാൽപന്തിന്റെ രാജാവ്, ഒരേ ഒരു രാജാവ്, സാക്ഷാൽ ലയണൽ മെസ്സിയും കൂട്ടരും കേരളത്തിൽ പന്ത് തട്ടുമത്രേ. മെസ്സി കേരളത്തിൽ വന്നാൽ അന്ന് ഞങ്ങൾ തൃശൂർ പൂർവ്വം അർത്തുങ്കൽ പള്ളിപ്പെരുന്നാളും പട്ടാമ്പ് നേർച്ചയും ഒരുമിച്ച് നടത്തുമെന്ന് അർജന്റീനൻ ആരാധകർ. എതിരാളി എന്ത് വില കൊടുത്തും ഞങ്ങൾ സൗദി അറേബ്യയെ തന്നെ കൊണ്ടുവരുന്നുവെന്ന് ബ്രസീൽ ആരാധകർ. രണ്ടായാലും മലപ്പുറം ഞങ്ങൾ മറിച്ചിടുമെന്ന് ഫുട്ബോൾ പ്രേമികളും. എന്നാൽ നാളെ ഈ ഗ്രൗണ്ട് തലകീഴായി മറിയും പ്രേക്ഷകരെ. സത്താറും ഇൻസമാമും അബ്ദുലും ആസിഫും ഗോൾ കീപ്പർ കാർത്തികും പിന്നെ കണങ്കാൽ കുറ്റിക്ക് കരിന്തോലിന്റെ മൂർച്ചയുള്ള ആഫ്രിക്കക്കാരൻ കാദറും ബൂട്ട് കെട്ടിവരുന്നു. ഫൈറൂസിന്റെ പട്ടാളം. ചുണ്ടിൽ നിന്ന് മുലപ്പാലിന്റെ ഗന്ധം വിട്ടു തുടങ്ങിയത് മുതൽ പന്തിനായി വാശി പിടിച്ച് കരയുന്ന ആ ആൺകുട്ടികളുടെ നാട്, പന്തിനായി ജീവൻ പതിരുപോലെ പകുത്തു നൽകുന്ന മുതാജിർ എഫ്.സി. ലക്കി സ്റ്റാർ പന്താരങ്ങാടി. മുതാജിർ എഫ്.സി. ലക്കി സ്റ്റാർ പന്താരങ്ങാടി നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിൽ മറുചെറിയിൽ എളാപ്പാന്റെ ഉടുമുണ്ടിനും കയ്യിലുള്ള ഫ്ലക്സിനും നാളെ വിശ്രമമുണ്ടാവില്ല. എതിരാളികളെ മൂക്കുകൊണ്ട് മലയാള അക്ഷരമാല വരപ്പിക്കുന്നവർ റിനാസും സെൽഫിയും ആസിഫും ബാബുവും അജുവും പിന്നെ നെഞ്ചറിയിൽ നിന്ന് ഞരമ്പെടുത്ത് അത് ഫുട്ബോളുമായി ബന്ധിപ്പിച്ചാൽ ആ ഫുട്ബോളിന് ദൈവം സംസാരിക്കാൻ നാവ് കൊടുത്താൽ ആ പന്ത് വിളിച്ചു പറയും. കിഴിശ്ശേരിക്കും മഞ്ചേരിക്കും നടുവിൽ ഒരു നാടുണ്ട്. അവിടെ ഒരു മനുഷ്യൻ എന്നെ മഹർമാല കെട്ടിയ ബീവിയെ പോലെ ചേർത്ത് വെക്കും. അയാൾ ആര്? അയാളുടെ നാടേത്? അയാൾ എവിടെ? അതാണ് കൂട്ടരെ ഫുട്ബോളിന്റെ ജിന്ന് ഹൈദരാഖാന്റെ പന്തിന്റെ പട്ടാളം. സെറാമിക്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് KK പടി സ്പോൺസർ ചെയ്യുന്ന ഫ്രണ്ട്സ് KK പടി. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇരയെ കൊരുത്തരുത് എന്ന് ലക്കി സ്റ്റാർ പന്താരങ്ങാടി. തൂർത്തുമുണ്ടിൽ പരൽമീനിനെ പിടിക്കുന്ന പ്രായമൊക്കെ ഹൈദറിന് കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു വലവിരിക്കും, മീനുകൾ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്ന് ചാടും എന്ന് ഫ്രണ്ട്സ് KK പടി. നാളെ സ്റ്റേഡിയം കത്തുക മാത്രമല്ല, കത്തിയ വെണ്ണീര് കമ്മിറ്റിക്കാർ ചാക്കിലാക്കി വിൽക്കുകയും ചെയ്യും. ഇത് ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, 100% പ്രൊഫഷണൽ. മനസ്സിലായോ സാറേ?